ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് രാജസ്ഥാൻ യുണൈറ്റഡ് FCയെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. കോൾഡോ ഒബിയാറ്റയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി മാറിയിട്ടുള്ളത്. 10 പേരുമായി ചുരുങ്ങിയ രാജസ്ഥാൻ യുണൈറ്റഡ് അവസാനം വരെ പൊരുതി നോക്കി. പക്ഷേ അവസാനത്തിൽ അവർക്ക് പരാജയം രുചിക്കേണ്ടി വരികയായിരുന്നു. ഏതായാലും മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് 11-ൽ 3 വിദേശ താരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നോവ സദോയ്, ഡുഷാൻ ലഗാത്തോർ എന്നിവർ ഇല്ലായിരുന്നു. തിയാഗോ ആൽവസ് സ്ക്വാഡിൽ പോലും ഇല്ലായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ രാജസ്ഥാൻ 1-2 ആക്രമണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാക്കിലായി. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. 21-ാമത്തെ മിനിറ്റിൽ ഡാനിഷിന്റെ ഒരു കിടിലൻ ഹെഡർ ഉണ്ടായിരുന്നു. അതായത് ലൂണയുടെ കോർണർ കിക്കിൽ നിന്നായിരുന്നു ഡാനിഷിന്റെ ഹെഡർ വന്നത്. പക്ഷെ അത് ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ ആധിപത്യം പുലർത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. പക്ഷേ ഗോളുകൾ ഒന്നും നേടാൻ സാധിക്കാതെ പോവുകയായിരുന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 46-ാമത്തെ മിനിറ്റിൽ യുവാന്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. പക്ഷെ അത് രാജസ്ഥാൻ ഗോൾ കീപ്പറായ മല്ലയുടെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു. പിന്നീട് 49-ാമത്തെ മിനിറ്റിൽ രാജസ്ഥാൻ ഒരു ഗോൾ ഭീഷണി ഉയർത്തി. അതായത് ബ്ലാൻഡന്റെ ഒരു തകർപ്പൻ ഷോട്ട് ഉണ്ടായിരുന്നു. അത് നോറ ഫെർണാണ്ടസ് ആണ് രക്ഷപ്പെടുത്തിയത്. പിന്നീട് 52-ാമത്തെ മിനിറ്റിലാണ് രാജസ്ഥാൻ താരമായ ഗുർസിമ്രത്ത് സ്ട്രൈറ്റ് റെഡ് കാർഡ് വഴങ്ങുന്നത്. അതായത് നിഹാലിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തിയതിനെ തുടർന്നായിരുന്നു റെഡ് കാർഡ് ലഭിച്ചത്. അതിനുശേഷം 10 പേരെ വെച്ചുകൊണ്ടാണ് രാജസ്ഥാൻ യുണൈറ്റഡ് കളിച്ചിട്ടുള്ളത്. 55-ാമത്തെ മിനിറ്റിൽ നിഹാൽ, ഡാനിഷ് എന്നിവരെ പിൻവലിച്ചുകൊണ്ട് നോവ, ഫ്രെഡി എന്നിവരെയാണ് പരിശീലകൻ കൊണ്ടുവന്നത്. 66-ാമത്തെ മിനിറ്റിൽ ഒരു കിടിലൻ മുന്നേറ്റമാണ് രാജസ്ഥാൻ യുണൈറ്റഡ് നടത്തിയത്. ഗോൾ നേടാനുള്ള ഒരു സുവർണാവസരം ബ്ലാൻഡിന് ലഭിച്ചുവെങ്കിലും അത് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ പോവുകയായിരുന്നു. 71-ാമത്തെ മിനിറ്റിൽ വിപിൻ, സന്ദീപ് എന്നിവരെ പിൻവലിച്ചുകൊണ്ട് അമാവിയ, അതുപോലെ തന്നെ അമയ് റണവാഡ് എന്നിവരെ ഡേവിഡ് കാറ്റല കൊണ്ടുവന്നു. രാജസ്ഥാന്റെ ഗോൾ കീപ്പറായ മല്ല മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 86-ാമത്തെ മിനിറ്റിൽ കോറു സിംഗിന് പകരമായിക്കൊണ്ട് ഐമനും എത്തിയിരുന്നു. തൊട്ടു പിന്നാലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയ ഗോൾ പിറന്നിട്ടുള്ളത്. അതായത് ഹെഡറിലൂടെയാണ് കോൾഡോ ഒബിയാറ്റയുടെ ആ ഒരു വിജയ ഗോൾ പിറന്നിട്ടുള്ളത്. യുവാന്റെ ക്രോസ് എടുത്തു പറയേണ്ടതാണ്. അളന്നു മുറിച്ച ഒരു ക്രോസ് ആയിരുന്നു. അവിടെ മാർക്ക് ചെയ്യപ്പെടാതെ നിന്ന കോൾഡോ ഒബിയാറ്റ മികച്ച ഒരു ഹെഡറിലൂടെ ഗോളാക്കി മാറ്റി എന്നുള്ളതാണ്. രാജസ്ഥാന്റെ ഗോൾ കീപ്പറായ മല്ല പരമാവധി ശ്രമിച്ചുവെങ്കിലും അത് തടയാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയായിരുന്നു. 91-ാമത്തെ മിനിറ്റിൽ അമാവിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. 94-ാമത്തെ മിനിറ്റിൽ കോൾഡോയുടെ ഒരു നല്ല ശ്രമം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു എതിർ താരം ഗോൾ ലൈൻ സേവ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. മത്സരത്തിന്റെ അവസാനത്തിൽ ആരാധകർക്ക് ചങ്കിടിപ്പ് വർദ്ധിപ്പിച്ച ഒരു കാര്യം സംഭവിച്ചിരുന്നു. അതായത് അവിടെ മികച്ച ഒരു നീക്കം രാജസ്ഥാൻ യുണൈറ്റഡ് നടത്തി. പക്ഷെ നോറ ഫെർണാണ്ടസ് അവിടെ രക്ഷകനായി എന്നുള്ളതാണ്. ഏതായാലും വളരെ നിർണായകമായ ഒരു വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. 3 പോയിന്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 10 പേരെ വെച്ചുകൊണ്ട് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ഒരു നിറം മങ്ങിയ വിജയമാണ്. പക്ഷെ വിലപ്പെട്ട 3 പോയിന്റുകൾ അവിടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.